വേറൊരു കാര്യം എന്നാ ദിവ്യ, ഇവിടെ വന്നത് നമ്മുടെ ഇതിന് മുന്നേ വാസുകി മാമും ശുചിത്വ മിഷന്റെ വാസുകി മാമും കാർത്തികൻ സാർ ഇവിടെ വന്നിരുന്നേ. ദേ ആർ ഓൾസോ ഡോക്ടേഴ്സ് അല്ലേ? അപ്പം എന്നോട് ഒരു കാര്യം പറഞ്ഞ, ഒരു ഒപ്പീനിയൻ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, ഒരു IAS കാര് ഡോക്ടറും കൂടി ആയിക്കഴിഞ്ഞാൽ ഈ ജനങ്ങളുമായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഒക്കെ എളുപ്പമാണ്. ആ അഭിപ്രായത്തോട് ദിവ്യ എന്നാ പറയുന്നത്? തീർച്ചയായിട്ടും. ഐ തിങ്ക് നമ്മുടെ ഇപ്പം ഇന്ത്യയിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസിൽ MBBS പോലെ അത്ര ജനജീവിതവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു കോഴ്സ് വേറെ ഒന്നില്ല. കാരണം MBBS കോഴ്സിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് ജനങ്ങളെയും, അതും വി ഡോണ്ട് മീറ്റ് ദം ഇൻ ദ ബെസ്റ്റ് ഓഫ് ദെയർ ടൈംസ്, വി മീറ്റ് ദം ഇൻ ദ വേർസ്റ്റ് ഓഫ് ദെയർ ടൈംസ് അല്ലേ? ഒരാൾ ഡോക്ടറിൻ്റെ അടുത്ത് വരുന്നത് നമ്മുടെ വേദന ഉള്ളപ്പോഴാണ്, എപ്പോഴും എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉള്ളപ്പോഴാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ജനങ്ങളെ കണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ആതുര സേവനത്തിലാകുമ്പോൾ തീർച്ചയായിട്ടും വി ക്യാരി ഓവർ ലെസൺസ് ഫ്രം ദാറ്റ് ഇൻ ടു ദ സർവീസ് ഓൾസോ. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഡോക്ടറായിരുന്ന സമയത്ത് ജനങ്ങൾ അവരുടെ ശാരീരികമായും അതുപോലെ തന്നെ മെഡിക്കലായിട്ടുമുള്ള പ്രോബ്ലംസ് കൊണ്ട് എൻ്റെ അടുത്ത് വരുമായിരുന്നു. എനിക്കറിയാവുന്ന നോളജ് വെച്ചിട്ട് എന്താണ് രോഗം എന്ന് ആദ്യം നിശ്ചയിക്കും. അതിനുശേഷം നമുക്ക് ചെയ്യാവുന്ന സഹായം ചികിത്സയിലൂടെ, മരുന്നുകളിലൂടെ നമ്മൾ ചെയ്യും. ഇവിടെ IAS ആയിട്ട് വന്നിരിക്കുമ്പോൾ അതുപോലെ തന്നെ ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് തന്നെയാണ് വരുന്നത് ഇവിടെ. അപ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ അവരവരുടെ സാമൂഹികമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇപ്പോൾ. സോ ഇറ്റ് ക്യാൻ ബി ലീഗൽ, ഇറ്റ് ക്യാൻ ബി ലാൻഡ് റിലേറ്റഡ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, ഇറ്റ് ക്യാൻ ബി സോഷ്യൽ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസിൽ നിന്നും ഇറ്റ്സ് എ ബിഗർ ബാസ്ക്കറ്റ്, കുറച്ചുകൂടെ വൈഡൻ ചെയ്തു. And it's the same thing that I do, with the essential knowledge of the laws of the land that we have. നമ്മളത് എന്താണ് പ്രശ്നം എന്ന് ആദ്യം പഠിക്കുന്നു, അതിനുശേഷം നമ്മളെ കൊണ്ടാകുന്ന സഹായം എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു. സോ ഐ തിങ്ക് ഐ എം ഡൂയിങ് ദ സെയിം ജോബ് ദെയർ ഇൻ ഹിയർ, ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു സബ് കളക്ടർ എന്ന നിലയിലും ശരിക്കും. സോ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദ ബാസ്ക്കറ്റ് ഇസ് മച്ച് വൈഡർ ഹിയർ. സോ നമുക്ക് നമ്മുടെ നാട്, നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരള അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് മാത്രമായിട്ട് എടുക്കുക. വാട്ട് ഈസ് യുവർ വിഷൻ ടുവേർഡ്സ് ദാറ്റ്? നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, എങ്ങനെ നന്നാക്കാൻ പറ്റും? വാട്ട് ആർ ദ ഡെവലപ്മെന്റ്സ് യു ക്യാൻ ബ്രിങ്? ആക്ച്വലി കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു സംസ്ഥാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായും ഞങ്ങൾ വേറെ ഒരുപാട് സംസ്ഥാനങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തിൻ്റെ ജനത എന്നുള്ളത് വളരെ അമൂല്യമായൊരു സമ്പത്താണ് ശരിക്കും നമ്മുടെ രാജ്യത്തിന് തന്നെ. അപ്പോൾ ഈ ജനതയുടെ കഴിവുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ചാനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യക്കുറിയായിട്ടാണ് എൻ്റെ മുന്നിൽ അത് നിൽക്കുന്നത്, ഒരു ചോദ്യചിഹ്നമായിട്ടാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. സോ ദാറ്റ് ഈസ് വൺ ഏരിയ വിച്ച് ഐ റിയലി വോണ്ട് ടു ഫോക്കസ് ഓൺ. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ ഒരുപാട് പേര് പുറത്തേക്ക് പോകുന്നു, ഒരുപാട് പേര് ഇവിടെയുണ്ട്, ഒരുപാട് പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു ഒക്കെ ചെയ്യുന്നു. ബട്ട് നമ്മളത് ശരിക്കും എല്ലാവരുടെയും ടാലൻസ് നമ്മൾ ചാനലൈസ് ചെയ്ത് നല്ല രീതിക്ക് വികസനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സോ ദാറ്റ്സ് വൺ ഏരിയ വിച്ച് ഐ വോണ്ട് ടു വർക്ക് അപ്പോൺ. ആൻഡ് ഡെഫിനറ്റ്ലി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്കൊന്ന് കേരളത്തിൽ ഒരു പക്ഷേ വിദ്യാഭ്യാസം, സാക്ഷരതയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം, പീപ്പിൾ ഹാവ് എ ഫ്രെൻസി ഫോർ സർട്ടൻ കൈൻഡ്സ് ഓഫ് ജോബ്സ്. ചില തരം ജോലികളോട് ഭയങ്കര പ്രിയമാണ് കേരളീയർക്ക്. സോ അതൊന്ന് മാറ്റി കുറച്ചുകൂടെ ഒരു തുറന്ന മനസ്സോടെ നമ്മൾ ജോലിയെ വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏത് തൊഴിലായാലും അതിനെ വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ആ ഒരു ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്നുള്ളത് ഇറ്റ്സ് സംവെയർ മിസ്സിങ് ഹിയർ. സോ ഹോപ്പ്ഫുള്ളി വിൽ ബി ഏബിൾ ടു ബ്രിങ് ദാറ്റ് ഓൺ. സോ എന്ത് തരം ജോലിയാണെങ്കിലും അതിന് അതിൻ്റെതായ ഒരു അഭിമാനവും ഒരു മാന്യതയും ഒക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് ശരിക്കും കേരളത്തിൻ്റെ സമൂഹത്തിൽ, ഈ ഒരു ലെവൽ ഓഫ് എഡ്യൂക്കേഷനൊക്കെ വെച്ചിട്ട്. ബട്ട് ദാറ്റ്സ് സംഹൗ നോട്ട് ദേർ. സോ ദാറ്റ്സ് അനദർ തിങ് വിച്ച് ഐ വോണ്ട് ടു bring on. 10th കഴിഞ്ഞപ്പോഴത്തേക്ക് you had a name that you will do IAS, I mean MBBS and then IAS. MBBS. Okay. ഇതിനെല്ലാവരും ഇത്രയും എൻകറേജ് ചെയ്ത വീട്ടിലാരാ? അച്ഛനും അമ്മയും. They encouraged you a lot? Yeah, lots. എൻകറേജ് മാത്രമല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കുഞ്ഞുനാളിലെ they used to take me everywhere possible. ഈ പറയുന്നില്ലേ, സ്കൂൾ കഴിഞ്ഞ് വന്നാൽ ഈ ക്ലാസ്സിന്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിന്, അത് കഴിഞ്ഞിട്ട് അടുത്തതിനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പാട്ട് ക്ലാസ് കഴിഞ്ഞാൽ ഡാൻസ്, പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞ് അടുത്തത്, ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. ആൻഡ് ആസ് ഐ സെഡ്, ഈ ഒരുപാട് കോമ്പറ്റീഷൻസിനായാലും അല്ലെങ്കിൽ പെർഫോമൻസസിന് കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ മിസ് ചെയ്യാറില്ലായിരുന്നു. സോ ദേ ഓൾവേസ് യൂസ് ടു പുഷ് മീ. ആൻഡ് അമ്മ എപ്പോഴും, അമ്മ അങ്ങനെ പെട്ടെന്ന് സാറ്റിസ്ഫൈഡ് ആവുന്ന ടൈപ്പ് അല്ല. സോ ഷീ വുഡ് ജസ്റ്റ് പുഷ് മീ സേയിങ് നോ 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 ഗെറ്റ് ബെറ്റർ ഗെറ്റ് ബെറ്റർ ഗെറ്റ് ബെറ്റർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. സോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പെർഫോം ഒക്കെ ചെയ്യുമ്പോൾ, സോ ഐ തിങ്ക് എനിക്ക് തന്നെ സ്വയം കുറച്ചുകൂടെ ബെറ്റർ ആകണം, നന്നാകണം എന്ന് എങ്ങനെ തോന്നും. അതെ. So I think they complemented each other very well. Appa used to pamper me a lot.
അയ്യോ അവളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കല്ലേ ഇത് ചെയ്യിപ്പിക്കല്ലേ മതി മതി മോൾക്ക് വിശക്കും ഇങ്ങനെ പറഞ്ഞ അച്ഛൻ വരും. അപ്പൊ അമ്മ അവിടെ നിന്ന് പറയും ഇല്ല ഇല്ല അത് ചെയ്തത് ശരിയല്ല ഒന്നുകൂടി ചെയ്യണം എന്ന് പറയുന്നു. So I think that balance was very good at home. Both had a also. good support അല്ലേ? Very good support. ശരിക്കും അമ്മയും അച്ഛനും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ബിക്കോസ് അതാണ് ഏറ്റവും വലിയ എൻകറേജ്മെന്റ് അല്ലേ? You are the only one or you have siblings? I have an elder sister. Okay, what she's doing? ബാംഗ്ലൂരിലാണ് TCSൽ വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പം അനിയത്തി ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ചേച്ചി എന്നാ പറയുന്നത്? ചേച്ചി വാസ് ഓൾസോ എ ബിഗ് സപ്പോർട്ട് ആക്ച്വലി. ചേച്ചി അത്രയ്ക്ക് അങ്ങ് പുറത്തേക്ക് വന്ന് ഈ കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു. പക്ഷെ വീട്ടിനകത്ത് ഷീ ഓൾസോ യൂസ് ടു ഡു മോസ്റ്റ് ഓഫ് ദീസ് തിങ്സ്. പക്ഷെ ഞാൻ ചെറുപ്പത്തിലെ കുറച്ച് ഷൈ ആയിരുന്നെങ്കിലും ഐ തിങ്ക് സ്കൂൾ പോയി തുടങ്ങിയതിന് ശേഷം ഐ വാസ് കംപ്ലീറ്റ്ലി ബിന്ദാസ്. പിന്നെ എവിടെ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇപ്പം എല്ലാം ചെയ്യും. പാട്ട് പാടാൻ പറഞ്ഞാൽ അപ്പ പാട്ട് പാടും, അത് ചെയ്യാൻ പറഞ്ഞാൽ അപ്പൊ അങ്ങനെയൊക്കെ. അതെ അതെ. ദിവ്യ ശരിക്കും ഈ IASലും ഒക്കെ ഒരുപാട് ഗുരുക്കന്മാരുണ്ടാവും. ഹാവ് ട്രെയിൻഡ് യു എ ലോട്ട്. ഹൗ യു റിമെമ്പർ ദം? ഓഫ് കോഴ്സ് IASന്റെ ആക്ച്വലി എനിക്ക് ഈ വീണ്ടും എഴുതേണ്ടി വന്നത് കൊണ്ടും ഐ തിങ്ക് ഐ ഹാഡ് എ വെരി ഗുഡ് ഫോർച്യൂൺ ഓഫ് ഇന്ററാക്ടിങ് വിത്ത് സെവറൽ സ്റ്റാൾവേർട്സ് ഇൻ ദ സ്റ്റേറ്റ്. സോ മൂന്ന് പേര് തീർച്ചയായിട്ടും എൻ്റെ ഐ കോൾ ദം ദ ത്രിമൂർത്തീസ് ഓഫ് മൈ IAS ട്രെയിനിങ്. ആക്ച്വലി എന്നെ സിവിൽ സർവൻറ്റ് ആക്കാനായിട്ട് ശ്രമിച്ച, അനുഗ്രഹിച്ച, സ്നേഹിച്ച മൂന്ന് പേരെന്ന് പറയുന്നത് there are lots of them but these three I just cannot forget. So ഒന്ന് ബാബു പോൾ സാറായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന ആ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന അത്രയും വലിയ വ്യക്തി തന്നെ പിന്നീട് എൻ്റെ ഗുരുനാഥനാവുകയും he was more of a ഒരു സ്പിരിച്വൽ എൻലൈറ്റൻമെന്റ് കൂടിയായിരുന്നു ശരിക്കും സാറുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ TP ശ്രീനിവാസൻ സാർ വന്നിട്ടുണ്ട് ഷോയിൽ അല്ലേ? So Srinivasan sir has been the architect of my success, I would say. He can mold a person really absolutely. So അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. The third person was Alexander Jacob sir. അപ്പം സാറ് IPS ഓഫീസർ ആയിരുന്നു. സോ ഹീസ് ദിസ് എന്താ പറയുക ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ ആണ്. സാറിന് എന്ത് വിഷയത്തിനെ കുറിച്ചായാലും ഹി വുഡ് ജസ്റ്റ് ഹീസ് അപ് ടു ഡേറ്റ് ആൻഡ് ഫാക്ട്സ് ഇത്രയും സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. So knowledge wise I think he was a huge inspiration again. So എന്തായാലും ദിവ്യടുത്ത് ഞാൻ ഒരുപാട് സീരിയസ് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇതുവരെ ആഹാരം പോലും കൊടുത്തില്ല. ബിക്കോസ് ആ സീരിയസ് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആഹാരത്തിന്റെ കാര്യങ്ങളും മറന്നുപോയി. എന്തായാലും ഇനി ആഹാരം കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഞാൻ ദിവ്യയുടെ എന്റർടൈൻമെന്റ്സ് ചോദിച്ചു നോക്കാം. പാട്ട്, അഭിനയം, ഇതൊക്കെ നമുക്ക് അറിയണ്ടേ. ചുമ്മാ സീരിയസ് മാത്രം വേണ്ട. നമുക്ക് അതല്ലല്ലോ. ദിവ്യ ഇത്രയും ഗ്ലാമർ ആയിട്ട് അഭിനയിച്ചു. ഇപ്പൊ ലേറ്റസ്റ്റ് മൂവി ഐ തിങ്ക് ലളിത ചേച്ചിയുടെ കൂടെ അല്ലേ ചെയ്തത്? അത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ചോദിക്കും. നല്ല ഒന്നാം തരം ചന ബിരിയാണി ആണോ? അപ്പൊ പിന്നെ എന്തായാലും ഉണ്ടാക്കിക്കോ. എന്താന്ന് വെച്ചാൽ വെജിറ്റേറിയൻ സമയത്തല്ലേ.